മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ബി അശോകിന്റെ ഹർജിയിലെ സർക്കാർ എതിർപ്പ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പരിഗണിക്കട്ടെ എന്ന് ഹൈക്കോടതി. സർക്കാർ പ്രത്യേക അപേക്ഷ നൽകിയാൽ ഉടൻ പരിഗണിക്കാമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനോട് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. ഹർജിയിൽ ഗവർണറെ കക്ഷിയാക്കിയതിലാണ് സർക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, എന്താണ് വിവരങ്ങൾ? ദിവിഷ്, സർക്കാരും മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോകും തമ്മിലുള്ള ശീത സമരം തുടരുകയാണ്. ബി അശോകിനെ തുടർച്ചയായി വകുപ്പുകളിൽ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടികളാണ് സർക്കാർ തലത്തിൽ സ്വീകരിക്കുന്നത്. അതിനെ ഓരോ ഘട്ടത്തിലും അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെത്തി തടയിടുകയാണ് ചെയ്യുന്നത്. ഈ ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി ഫയൽ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ AG നേരിട്ടെത്തിയാണ് സർക്കാരിന്റെ വാദങ്ങൾ നിരത്തിയത്. സർക്കാരിന് പറയാനുണ്ടായിരുന്നത് ഇതിലൊരു ഹർജിയിൽ ബി അശോക് ഗവർണറെ കക്ഷിയാക്കിയിരിക്കുന്നു. അതാണ് സർക്കാരിന്റെ ഒന്നാമത്തെ എതിർപ്പായി അവർ മുന്നോട്ട് വെച്ചത്. അതിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയായിരുന്നു. ഇന്ന് തന്നെ സർക്കാരിനോട് ട്രിബ്യൂണൽ മുമ്പാകെ അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ട്രിബ്യൂണൽ അത് പരിശോധിച്ച് ആ ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നത് തീരുമാനിക്കുക. അത് മുൻഗണനാക്രമത്തിൽ തന്നെ തീരുമാനിക്കാൻ ട്രിബ്യൂണലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ട്രിബ്യൂണൽ ഉത്തരവിൽ സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരവും കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നത്. അതായത് നിയമയുദ്ധങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ബി അശോകും സർക്കാരും തുറന്ന പോരിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ശരി.